വിഷു ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കണിയും പിന്നെ കാവിലെ കണിയും കണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് കടലായി അമ്പലത്തിലേക്കാണ് കേട്ടോ. കണ്ണൂരിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കടലായി അമ്പലത്തിലേക്ക്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഉള്ളത്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ക്യൂ ആണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നിട്ട് ഭഗവാനെ കാണാനായിട്ട് അവസാനം ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ പിന്നെ ഫോട്ടോ എടുക്കുന്നതോ വീഡിയോ എടുക്കുന്നതോ ഒക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം വിവീനെ വരെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ പോയി ആ കിട്ടിയ ഗ്യാപ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു. ഉള്ളിലെത്തുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടും. ഒരു ഫുള്ള് എത്ര തിരക്കുണ്ടായാലും നമുക്ക് നല്ലൊരു സമാധാനം ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്പേസാണ്. അപ്പം ഞങ്ങളങ്ങനെ അവിടെ ചുറ്റി, പിന്നെ ഇവിടെ ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു, ഒരു നിഷ എന്ന് പറയുന്ന ആരോ ആണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ അമ്പലത്തിനൊരു കുളമുണ്ട്, അപ്പം ഞങ്ങൾ നേരെ പോയത് അമ്പലക്കുളത്തിലേക്ക്. അവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ സെൽഫി അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പോയി കാല് കഴുകി, അതിനുശേഷം വിവിയും ചെന്ന് കാലൊക്കെ കഴുകി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. ഞങ്ങളിതിന് അടുത്ത് തന്നെ കുറച്ച് ടോയ്സൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഗൺ ഷോട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വിവി പറഞ്ഞു അത് വാങ്ങിക്കാതെ. അങ്ങനെ ഞങ്ങളൊരു മാച്ച് ഗൺ വാങ്ങിച്ചു. അത് വാങ്ങിക്കുമ്പോഴേ എനിക്കറിയായിരുന്നു എനിക്കുള്ള പണിയാണ്, കാരണം അത് എൻ്റെ അനിയനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പം അവിടെ നിന്ന് ഒരു ബലൂൺ വാങ്ങിച്ചു, അത് എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കാറിലേക്ക് പെട്ടെന്ന് തോന്നിയെന്ന് ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ ആന്റിയുടെ വീട്ടിൽ പോകുമ്പോൾ വരുന്ന വഴി ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിക്കുന്നത് ഷീനിന്നാട്ടോ. ഇത് കണ്ണൂർ തളാപ്പിലുള്ള ഷീൻ ബേക്കറിയാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ആൻറ്റീൻ്റെ വീട്ടിലെ അമ്മയാണെങ്കിലും ഞങ്ങളാണെങ്കിലും പോകുമ്പം ഈ കടയിൽ നിന്ന് സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ കേക്കും പിന്നെ അതുപോലത്തെ സ്നാക്സ് ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ആൻറ്റിക്കോ വീട്ടിലുള്ള ആർക്കും ഞങ്ങൾ വരുന്നത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ കയറിച്ചില്ല. അപ്പം ആൻറ്റീൻ്റെ വീടിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു റിസോർട്ട് ടൈപ്പ്, ഫുള്ള് നല്ല പച്ചപ്പും ഊഞ്ഞാലും പിന്നെ കുറേ ബേർഡ്സും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ കയറിയിട്ട് വേണം ബെല്ലടിക്കാൻ. അപ്പം ഞാൻ ബെല്ലടിക്കുന്ന സമയം കൊണ്ട് അമ്മയും അബിയണ്ണനും വിവിയും ഒക്കെ കൂടെ ഒളിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ആൻറ്റി എന്നെ കണ്ടിട്ടുള്ള ഷോക്കിങ് സീനായിട്ടുണ്ട് ഇത്. പിന്നെ ഞങ്ങൾ എപ്പോഴൊക്കെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഞാനും അമ്മ ആൻറ്റിയും തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ സംസാരത്തിനേക്കാൾ കൂടുതലും ഞങ്ങൾ കേൾക്കുക ചിരിയും സൗണ്ടും ആയിരിക്കും. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ആൻറ്റി കണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടെ കുറച്ച് ഉണ്ണിയപ്പം, പിന്നെ അവിടെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഞാൻ കിട്ടിയ ഉണ്ണിയപ്പം ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കാരണം അവിടെ ഊഞ്ഞാലുണ്ടെന്ന്, അതായത് എൻ്റെ ഉണ്ടായിരുന്നില്ലേ. ഇവർക്കൊക്കെ പൊതുവേ എൻ്റെ ക്യാമറ അലർജി ആയതുകൊണ്ട് അവൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല. മുഖമൊക്കെ പൊത്തി ഉള്ളിലേക്ക് പോയി. പിന്നെ ഞാനവിടെ പറഞ്ഞില്ലായിരുന്നു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ന് പോയാലും നേരെ അകത്തുനിന്ന് അറ്റൻഡൻസ് ഇട്ടിട്ട് നേരെ ഊഞ്ഞാലിലേക്കാണ് കേട്ടോ പോവുക. പിന്നെ ഇവിടെ ബേർഡ്സും. അപ്പോഴേക്കും അങ്കിള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളും വിവിയും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്കിള് പറയുന്നത് വിവിക്കും വിവി പറയുന്നത് അങ്കിളിനും മനസ്സിലാവാറുണ്ടായിരുന്നില്ല. അങ്ങനെ ആൻറ്റി അപ്പോഴേക്കും ചായയൊക്കെ വെച്ച് ഞങ്ങളെ വിളിച്ചു. അവിടെ ഇരുന്ന് ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് കഥയും കൂടെ പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ കാണുന്നതൊക്കെ എൻ്റെ അനിയന്മാരുടെ ട്രോഫികളാണ്. അവർ എല്ലാവരും കൂടെ ഒത്തുകൂടി പിന്നെ ഒരു സെൽഫി മസ്റ്റാണല്ലോ. അങ്ങനെ ആൻറ്റി പോയി ഡ്രസ്സൊക്കെ ചെയ്തു വന്നു. പിന്നെ എൻ്റെ അനിയന്മാർ എന്തിടണം, മുണ്ടിടണോ പാൻ്റ് അടിച്ചിടണോ അങ്ങനെ ഡിസ്കഷനൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് അനിയൻ്റെ വീട് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിഷുവിൻ്റെ മോർണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.